നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്നെനിക്ക് എൻ്റെ തന്നെ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. രാ അതായത് 2018 ലാസ്റ്റ് 19 ആ ഒരു പീരീഡിൽ നടക്കുന്നൊരു കാര്യം. ഇതിലിപ്പോ പറയേണ്ടത് എന്താന്ന് വെച്ചാല്, ആ സമയത്ത് ഈ ഭഗവത്ഗീത ഞാനൊരു ടീച്ചറിൻ്റെ അടുത്തുന്ന് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ 9ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകത്തിലിങ്ങനെ ആ 9ാമത്തെ അധ്യായം ഇങ്ങനെ നടക്കുന്ന സമയം. അപ്പോൾ എല്ലാവർക്കും അറിയാം ആ ശ്ലോകം. അനന്യചിന്തയന്തോ മാഹേജന പരിഭാസതേന തുടങ്ങുന്ന ശ്ലോകം. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ മീനിങ് ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കിപ്പിച്ച് തരുമ്പോൾ അത്രയ്ക്കും എനിക്ക് ഒരുപാട് മനസ്സിനെ പിടിച്ചൊരു കുലുക്കിയ ഒരു ശ്ലോകമായിരുന്നു. അങ്ങനെയോ എന്ന്. ഏത് സമയവും ഭഗവാന്റെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്ന ആളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കോളും എന്നുള്ളൊരു മെസ്സേജ് അതിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പക്ഷെ ശരിക്കും അങ്ങനെ സംഭവിക്കും എന്ന് പറയുന്ന ഒരു ഇൻസിഡൻ്റാണ് എനിക്കുണ്ടായത്. ആ സമയത്ത് കുഞ്ഞിന് രണ്ടാമത്തെ ആൾക്ക് ഒരു സൈക്കിൾ മേടിച്ചു. ഒരു BTV എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സൈക്കിള്. അപ്പോൾ എന്നും ലോക്കൊക്കെ ചെയ്ത് വെക്കും. ഒരു ദിവസം ഒരാഴ്ച ആയുള്ളൂ ലോക്ക് ചെയ്യാൻ, ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ പിറ്റേ ദിവസം സൈക്കിൾ മിസ്സിങ്, കാണാനില്ല. അപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ്. ഒരു 18 ബ്ലോക്കുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു 100 വീട് വരും. അങ്ങനെയെങ്കിലും ഉള്ളിൽ പോകാനായിട്ട് പബ്ലിക് റോഡും പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട്. ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുമുണ്ട്. ഈ സൈക്കിൾ പോയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗ്രൂപ്പ് കാണുമല്ലോ. അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു സൈക്കിൾ മിസ്സിങ് ആണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പിള്ളേർ ചിലപ്പോൾ കളിച്ചിട്ട് ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ വെച്ചതായിരിക്കും. അങ്ങനെ എല്ലായിടവും ചെക്ക് ചെയ്തപ്പോൾ അവിടെയൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് എനിക്ക് നല്ല വഴക്കും കിട്ടി. സൈക്കിള് മര്യാദയ്ക്ക് സൂക്ഷിച്ച് വെച്ചില്ല. അപ്പോൾ അതിൻ്റെ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വീട്ടിലും നടന്നു അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ, ഭഗവാനെ, ഈ ഒരു ശ്ലോകത്തിൽ ഇങ്ങനെയാണല്ലോ, എനിക്ക് സൈക്കിള് തിരിച്ച് കിട്ടണം എന്ന്. അപ്പം ഈ മെസ്സേജ് അസോസിയേഷൻ്റെ ഇതിൽ അയക്കുമ്പോൾ നമ്മളുടെ ഗ്രൂപ്പുണ്ട്, മെയിൻ ഗ്രൂപ്പ്. അപ്പോൾ അവരുടെയിൽ അയക്കുമ്പോൾ ഓരോരുത്തരുടെ അനുഭവം പറയാം. അവർക്കൊക്കെ സൈക്കിൾ മിസ്സായിട്ടുണ്ട്, മിസ്സായ സൈക്കിൾ തിരിച്ച് കിട്ടാറില്ല, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ആരാണോ എടുത്തതെന്ന് അറിയത്തില്ല, ആരെടുത്താലും അവൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന തിരിച്ച് കൊണ്ട് കളഞ്ഞിട്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും, അതല്ല തിരിച്ചിവിടെ തന്നെ വെച്ചിട്ട് പോവുകയോ, അങ്ങനെ ഞാനൊരു കേസിനോ ഒന്നും പോവില്ല എന്നുള്ള ഒരു ഇതാണ് ഞാനന്ന് ഭഗവാനോട് പറഞ്ഞത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഡേ ഡ്യൂട്ടിയിലിരുന്ന വാച്ച്മാനും എല്ലൊന്നും നോക്കി കണ്ടില്ല. നൈറ്റ് ഡ്യൂട്ടിയിലിരുന്ന അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ സൈക്കിള് കിട്ടിയില്ല. CCTV ക്യാമറയിൽ ഫ്രണ്ട് ഗേറ്റിലൂടെ ആരും പോയിട്ടൊന്നുമില്ല. ബാക്ക് സൈഡിലാണ് CCTV ഇല്ല. അങ്ങനെയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങ് വിട്ടു. ഇപ്പോൾ 1 ദിവസമായി, 2 ദിവസമായി. ഞാനിങ്ങനെ ഭഗവാൻ കൊണ്ടുവരും. എല്ലാവരുടെ ഉള്ളിലും ഭഗവാനല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഭഗവാൻ ഒരു മനസ്സിൽ ഒരു കാര്യം തോന്നിപ്പിക്കാൻ ഭഗവാന് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. എടുത്തു പോയി തെറ്റായിപ്പോയി തിരിച്ചു കൊടുക്കാം എന്നൊരു മനസ്സ് തോന്നിപ്പിക്കുന്നതും ഭഗവാനല്ലേ. അപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ തോന്നിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നാലോ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ ദിവസമായപ്പോൾ ഒരു രാവിലെ ഒരു 9, 10 മണിയായപ്പോൾ വാച്ച്മാൻ ബെല്ല് വന്നടിച്ചു. അപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞു സൈക്കിള് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സൈക്കിള് കിട്ടി, നിങ്ങളുടെ തന്നെ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് വരാൻ പറഞ്ഞു. പുതിയ സൈക്കിളായതുകൊണ്ട് ആളുകൾക്ക് നല്ല പരിചയമില്ല. അങ്ങനെ ചെന്നപ്പോൾ ഒരു പയ്യൻ ബാക്ക് സൈഡിൽ നിന്ന് ഈ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ മെമ്പേഴ്സും കുറേ ബ്ലോക്കിലെ ആൾക്കാരും ഒക്കെ അവനെ പിടിച്ച് നിർത്തിയൊക്കെ അടിക്കാനൊക്കെ. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഇത് തന്നെയാണ് സൈക്കിളെന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യനാണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ പയ്യനാണ്.
അപ്പോൾ അവൻ പറഞ്ഞ് അവനങ്ങ് ചിരിക്കുവാ. ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാന് ബാക്ക് സൈഡില് വേറെ എന്തോ കാര്യത്തിന് പോയെന്ന്. പോയപ്പോൾ അവിടെ ചെളിയിൽ കിടക്കുന്ന സൈക്കിളാണ് കണ്ടത്. ചെളിയിൽ കിടക്കുന്നത് കൊണ്ട് അത് വൃത്തിയാക്കി എടുക്കാലോ അല്ലെങ്കിൽ ഇവിടെ ചോദിക്കാലോ എന്ന് പറഞ്ഞ് ഞാൻ ഉരുട്ടിക്കൊണ്ട് വന്നതാണ്. ഞാനാണ് നിങ്ങളുടെ സൈക്കിൾ എടുത്തെങ്കിൽ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആ പയ്യൻ പറഞ്ഞു. അപ്പോൾ ഇവര് അപ്പോൾ ഡേ ഡേ ഡ്യൂട്ടിയിലിരുന്ന വാച്ച്മാൻ പറഞ്ഞു, "അല്ല അങ്ങനെയല്ല ഇവൻ കള്ളനാവും. കള്ളം പറയുന്നത് നമുക്ക് പോലീസിനെ വിളിക്കാം." പക്ഷേ ഞാൻ ഭഗവാന് കൊടുത്ത വാക്കെന്താ, ഞാൻ പോലീസ് കംപ്ലയിന്റ് പറയത്തില്ല. ആഹ് എനിക്ക് സൈക്കിള് തിരിച്ച് കിട്ടിയാൽ മതി. അങ്ങനെ ഞാൻ പറഞ്ഞു, "എനിക്ക് കംപ്ലയിന്റ് ഒന്നുമില്ല. സൈക്കിള് കിട്ടിയല്ലോ" എന്ന്. അപ്പോൾ ഈ പയ്യൻ എന്നിട്ടും ചിരിക്കുക. ശരിക്കും ഞാൻ എടുത്തില്ല. ഞാനാണ് എടുത്തെങ്കിൽ ഞാൻ ഈ വഴിയെ കൊണ്ടുവരുമോ? അത്രയ്ക്ക് മണ്ടനാണോ ഞാൻ എന്നൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകള് അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എവിടെയോ ജോലിക്ക് വന്നെന്നാണ് ഈ പയ്യൻ പറഞ്ഞത്. അങ്ങനെ സൈക്കിള് തിരിച്ച് കിട്ടി. അങ്ങനെ ഞാൻ ഭഗവാനോട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതൊരു അനുഭവ കഥയാണെങ്കിലും ഇതിലിപ്പോൾ പറയാനായിട്ട് എന്താന്ന് വെച്ചാൽ ഉറപ്പ്, ഭഗവാന്റെ ഉറപ്പ് ഭഗവാൻ പാലിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു ശ്ലോകം അനുഭവമാവുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഭഗവാനിൽ ഞാൻ ഉറപ്പിച്ചിരുന്നു എനിക്കിത് തിരിച്ച് കിട്ടും. കാരണം എല്ലാവരുടെ ഉള്ളിലും ഭഗവാനാണ് ഇരിക്കുന്നതെന്നാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഉള്ളില് ഒരു തോന്നൽ തോന്നിപ്പിക്കാൻ ഭഗവാന് വലിയ പ്രയാസമില്ല. ഭഗവാനല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, "ഭഗവാനെ ആ ഉള്ളില് ആരാണോ എടുത്ത് അവരുടെ ഉള്ളിൽ തോന്നിച്ച് കൊണ്ട് ഇട്ടിട്ട് പോകണേ, അല്ലെങ്കിൽ കൊണ്ട് തന്നിട്ട് പോകണേ" എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിന് കിട്ടുന്നതിന് ഒരു ദിവസം മുമ്പ് ഇങ്ങനെ പറഞ്ഞു, "ഇല്ല, ഭഗവാനാണെങ്കിൽ കൊണ്ട് തരും. എനിക്ക് തിരിച്ച് കിട്ടും." അപ്പോൾ എനിക്ക് വീട്ടിൽ നല്ല വഴക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ കൊണ്ടുവരും എന്നൊക്കെ. പക്ഷേ ഇതില് പറയേണ്ടത്, ഇതിലിപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഉറപ്പ് വേണം. ഈ ഭഗവാനിൽ ഉറപ്പ് വേണം. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉറപ്പിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു സംഭവം പറയാം. സംഭവമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊരു റിലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. നമ്മളിപ്പോൾ ഒരു കുഞ്ഞുകുട്ടി നമ്മളെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു അല്ലേ. ചേർത്ത് കഴിഞ്ഞ് കാലത്ത് അല്ലെങ്കിൽ ഒരു 8 മണിക്ക് കൊണ്ടുപോയി വിട്ടാൽ വൈകുന്നേരം 3:30ക്കോ 4 മണിക്കോ തിരിച്ച് വിളിക്കാൻ ചെല്ലും. അങ്ങനെയല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് അമ്മ വരും എന്നുള്ള ഉറപ്പാണോ, അമ്മ വരുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണോ അവിടെ ഉള്ളത്? ശരിക്കും ഉറപ്പല്ലേ ആ കുട്ടിക്ക്? ഉറപ്പാണ് അവിടെ ഉള്ളത്. എൻ്റെ അമ്മ വൈകിട്ട് 4 മണിക്ക് എന്നെ കൊണ്ടുപോകാൻ വരും എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പാണ് നമുക്ക് ഭഗവാനോട് വേണ്ടത്. ഇത് ഞാൻ ആ ഉറപ്പിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ശരിക്കും അങ്ങനെ ഒരു ഉറപ്പ് ഭഗവാനിൻ മേലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല അവിടെ. ബാക്കിയെല്ലാം ഭഗവാൻ ചെയ്യും. ശരിക്കും ഭഗവാൻ ചെയ്യും. അതാണ് ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ നേരത്തെ പറയണം എന്ന് വിചാരിച്ച ഒരു അനുഭവമായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ എന്തോ പറയണ്ട എന്നുള്ളൊരിതായിരുന്നു തോന്നിയത്. ഇപ്പം എന്തോ ഇന്നിങ്ങനെ ഇത് പറയണമെന്ന് തോന്നി നിങ്ങളോട്. ശരിക്കും ഭഗവാനിൽ നമ്മൾ വിശ്വാസത്തിന് മേലെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2 കൈയും വിട്ടാലും ഭഗവാൻ എന്നെ താങ്ങും. പക്ഷെ ജെനുവിൻ ആയിരിക്കണം എന്ന് മാത്രം. ഭഗവാൻ എപ്പോഴും ന്യായത്തിൻ്റെ കൂടെ നിൽക്കും. അന്യായത്തിൻ്റെ കൂടെ ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ ന്യായമുള്ള എന്തിനും നമുക്ക് ഭഗവാനിൽ ഉറപ്പിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളുടെ കാര്യങ്ങളെല്ലാം നോക്കും എന്നുള്ളതിന് ഈ ഒരു ശ്ലോകത്തിനെ ശരിക്കും അനുഭവമാക്കി തന്ന ഒരു ഇൻസിഡൻ്റാണ് എൻ്റെ ഒരു അനുഭവം. എൻ്റെ ലൈഫിലുണ്ടായത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.